Good message that you give to the people, especially to Kerala and India. We know the details about you because you are all praying for you. At that time, that future time, they are all praying for you. You had more prayers from Kerala than you got. And there Kerala prayed, and they were the leaders who sorted all of them. All this we are studying anyway. Thank you. Your message of water, common water, air, that has gone well with the community. That is the best thing it can happen. And we appreciate this thing. I don't know where else it can come from. You are saying from above. Amazing. The whole India is thinking. We should all still jump in the ocean. Every morning my sister swims in the ocean in the United States, and she's swimming in their ocean. Also, you can see the ocean. Parts of the coastline are easy. Space area is blue, and the other area is green. I mean, water is all different colors. Depends on the vegetation. Like here, what's going on in നമുക്ക് അപൂർവമായൊരു കാഴ്ചയാണല്ലോ ഒരു ആസ്ട്രോണറ്റിനെ നേരിട്ട് കാണുക എന്നുള്ളത്. സുനിത വില്യംസ് സ്പേസിൽ പോകുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അവരെ ഓർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു അവസരം കിട്ടും എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ കോഴിക്കോട്ട് വന്നപ്പോൾ നമുക്ക് അവസരം കിട്ടി. DC ബുക്സിൻ്റെ രവി അവർ നമ്മളെ ക്ഷണിച്ചിരുന്നു, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല സമയം കിട്ടി. ഞങ്ങൾ 10 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. അവർ വലിയ സന്തുഷ്ടയാണ്. അവരുടെ സന്ദേശം എന്നുള്ളത് ഈ വായുവും വെള്ളവും എർത്തും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ എന്തിനാണ് മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ ഐക്യവും കൂട്ടായ്മയൊക്കെയാണ് ലോകത്തിന് ആവശ്യം എന്നവർ പറയുകയുണ്ടായി. സ്പേസിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ ഏതാണ്ട് അപ്പോൾ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞത് മനുഷ്യനൊക്കെ ഒന്നാണ് എന്നുള്ള അവരുടെ സന്ദേശം. മുകളിൽ കയറി നോക്കിയാൽ എല്ലാവരും ഒന്നാണ് എന്നാ തോന്നുന്നതെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ജീവിതത്തിൽ പകർത്താം. ഇന്നിപ്പോൾ രാജ്യത്തിന് ആവശ്യം അതാണ്. അത് നമുക്ക് പകർത്താം. എന്തിനാണ് ഈ മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് എന്നുള്ള അവരുടെ വാക്കുണ്ടല്ലോ, അത് വളരെ ആകർഷണീയമാണ്. അത് സംശയമൊന്നുമില്ല. തങ്ങളെ KLF പുറത്തുനിന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഉമ്മർ ഫൈസ് മുഖത്ത് അതെ സ്പേസ് നിന്ന് നേരെ അങ്ങോട്ട് ചാടല്ല, കാൽ വൈകുമ്പോൾ